അപ്പോൾ സുഹൃത്തുക്കളെ, രാവിലെ തന്നെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇന്ന് വർക്ക് ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. കാരണം ദേ നോക്കി, നല്ല കട്ടക്കുള്ള മഴക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇതാ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇതേ നമ്മുടെ പ്ലാന്റിൻ്റെ ഉള്ളിലായിട്ടാണ് ഉള്ളത്. ഇത് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നായിക്കാപ്പ് പ്ലാന്റിലാണ് നമ്മൾ അടുത്ത പരിപാടി വരുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതേ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ താർ പ്ലാന്റിൽ ഇന്നും താറും പരിപാടി ഒന്നുമില്ല. ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ രാവിലെ തന്നെ നേരെ നായിക്കാപ്പ് പ്ലാന്റിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് താറിങ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ നമ്മുടെ അനീഷേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഒസങ്കടി എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ട്. മൊത്തം ഗ്ലാസ്സൊക്കെ നനഞ്ഞു. അപ്പോൾ ഇപ്പോൾ കാലാവസ്ഥ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള ആകാശം തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ. റോഡൊക്കെ അത്യാവശ്യം നനഞ്ഞു. ഫുള്ളൊക്കെ ഇവിടെയൊക്കെ മൊത്തം നനഞ്ഞ് ശരിയായിട്ടാണുള്ളത്. ദൂരെയായിട്ട് ട്രെയിനൊക്കെ പോകുന്ന ഒരു മനോഹരമായ കാഴ്ച കാണാം. അപ്പോൾ നമ്മുടെ റോഡ് ഇതാ വെട്ടി തിളങ്ങുകയാണ് കേട്ടോ. മഴ പെയ്തത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇന്റർലോക്ക് കട്ടകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒസങ്കടി ഭാഗത്തൊക്കെ ഇപ്പോൾ ഇന്റർലോക്കിന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റോഡ് ഇത് നല്ല വെട്ടി തിളങ്ങി നിൽക്കുന്നത് കാണാൻ നല്ലൊരു അടിപൊളി ലുക്ക് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ആകാശവും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ താറിങ് വർക്ക് എവിടെയാണെന്ന് അറിയില്ല. മിക്കവാറും കാസർഗോഡ് ഭാഗത്ത് എവിടെയായിട്ടാണ് താറിങ് വർക്ക് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉപ്പള പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. പുഴയൊക്കെ മൊത്തം വറ്റി വരണ്ട് കിടക്കുകയാണ്. വേലി ഇറക്കാണെന്ന് തോന്നുന്നു. രാവിലെ തന്നെ എന്തായാലും നല്ല രീതിയിലുള്ള സൂര്യൻ ഉദിച്ചു വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള മഴക്കാറൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇത് ഇവിടെയൊക്കെ റോഡ് മൊത്തം ആറിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഒന്നും മഴ പെയ്തേ ഇല്ല. ഒസങ്കടി ഭാഗത്താണ് മഴ പെയ്തിട്ടുള്ളൂ. ഉപ്പള ഏരിയയിലൊന്നും അതിതീവ്രമായ വെയിൽ തന്നെയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. ഇതേ പ്ലാന്റ് ഇവിടുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ടയർ ഒന്ന് പഞ്ചറായി, ഒന്ന് കഴിച്ചു വെച്ചിട്ടുണ്ട്. അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടയറൊക്കെ മാറ്റിക്കഴിഞ്ഞു. നമുക്ക് മിക്സ് ആയില്ല കേട്ടോ. നമ്മുടെ എല്ലാ വണ്ടിയും പോയിതേ ഓരോ വണ്ടിയും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലാന്റ് ഇപ്പോൾ ഓഫാക്കിയിട്ടാണുള്ളത്. സൈറ്റിൽ അവസാന മിക്സും പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് ഇപ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റിലായി ഇതാ താറ് വന്നിട്ടുണ്ട് കേട്ടോ, വിറ്റുമിൻ. അപ്പോൾ നമ്മൾ നായിക്കാപ്പ് പ്ലാന്റിൽ കുറേ സമയം വെയിറ്റ് ചെയ്ത് കേട്ടോ. നമുക്ക് മിക്സ് ഒന്നുമില്ല. നമ്മളിപ്പോൾ നേരെ ഫ്ലൈ ഓവറിൻ്റെ ഇടയായിട്ട് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നായിക്കാപ്പ് പ്ലാന്റിൽ നിന്ന് ഇറങ്ങി നേരെ കുമ്പള ഭാഗത്തോട്ടായിട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. മഴക്കാറൊക്കെ മാറി മൊത്തം വെയിലായി. അത്യാവശ്യം ചൂടുണ്ട്. പിന്നെ നേരെ ഫ്ലൈ ഓവർ അവിടുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കയറ്റി എവിടെയൊക്കെയോ തട്ടാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നിതിൻ്റെ വണ്ടി ഇതേ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കോരി SP ഓഫീസ്, കാസർഗോഡ് SP ഓഫീസിൽ കൊണ്ടുപോയിട്ട് തട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ സർവേക്കാരൊക്കെ ഇവിടെ ഓരോ ലെവൽസും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് വരുന്ന കർവ്, അതുപോലെ തന്നെ ഇൻ്റർലോക്ക്, അതിൻ്റെയൊക്കെ അളവ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കമ്പനി ബസ്സും അതേപോലെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന വേസ്റ്റും കച്ചറൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവർ ഇതാ നീണ്ട് നിവർന്ന് നല്ലൊരു കപ്പൽ വെച്ച പോലെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറ്റാച്ചി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്റ്റോക്കിൽ പോയി
കുറച്ച് സാധനം എടുക്കാനുണ്ട്, GSP ഒക്കെ. അപ്പം അതിനു വേണ്ടി നമ്മുടെ 2 വണ്ടിയും സ്റ്റോക്കിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ ഇടയിൽ നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ പോയി നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് എത്തിയിട്ടുണ്ട്. ബസ് ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മുടെ ഐവാസ് ഹിൽസിൻ്റെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട് കേട്ടോ. ഇവിടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ബസ് ഇറങ്ങുന്ന സ്ഥലത്തു നിന്നൊക്കെ വണ്ടി വന്നിട്ടുള്ള ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്ക് എന്തായാലും ഇപ്പോഴൊന്നും മാറില്ല, കാരണം നമ്മുടെ വർക്ക് ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അത് കഴിയും വരെ ചെറിയ രീതിയിലുള്ള ബ്ലോക്കൊക്കെ ഉണ്ടാവും. ഈ റോഡൊക്കെ ബ്ലോക്കാട്ടോ, എന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ നമ്മുടെ സ്റ്റോക്കിലെത്തിയിട്ടുണ്ട്. ഇതേ ഇവിടുന്ന് GSP ഇങ്ങനെ ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിറകിലായിട്ട് നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇതേ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിലേക്കുള്ള സാധനമാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടുന്ന് കുറച്ചായിട്ട് ഉപ്പള ഭാഗത്തോട്ട് മുമ്പ് ലോഡ് പോകുന്നുണ്ട്. നമ്മുടെ ലോഡൊക്കെ ഇവിടെയൊക്കെ തീർന്നു. ഇവിടെയൊക്കെ വലിയൊരു മല തന്നെയായിരുന്നു, എല്ലാം അവസാനിച്ചു വരുന്നു. അപ്പോൾ ദൂരമായിട്ട് ഈ കാണുന്ന കുറച്ച് GSP മാത്രമേ ഇനി ബാലൻസ് ആയിട്ടുള്ളൂ. അപ്പോൾ ആകാശമൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഉള്ളത്. അർജൻറ്റീനേൻ്റെ കൊടി പോലെ ഉണ്ട്, അർജൻറ്റീനൻ്റെ അതേ ഒരു ഫ്ലാഗ് പോലെ ഉണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇതേ പിടുത്താൻ വിട്ട ബ്ലോക്കാണ്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറ്റുന്ന ചെറിയൊരു കാരണത്താൽ ഇവിടെ ബ്ലോക്ക് കൂടുതലാണ്. അതായത് ഈ പോലീസ് ചേട്ടനൊക്കെ ഇവിടുന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. മൂപ്പർക്ക് എങ്ങോട്ടാണ് വണ്ടി വിടേണ്ടത്, സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൈകാട്ടിയാൽ പോലും വണ്ടിക്കാരൊന്നും വണ്ടി നിർത്തുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും ഞങ്ങളിത് ഇവിടുന്ന് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വണ്ടി തട്ടി. അപ്പൊ കാറുകാരൻ പിറകോട്ട് നോക്കാതെ എടുത്തതാണ്. കാര്യമായിട്ടൊന്നും പറ്റിയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഒങ്ങിപ്പോയതേ ഉള്ളൂ. ഇതാണിപ്പോ കാസർഗോഡത്തെ അവസ്ഥ. അപ്പൊ ഇതാ ഇവിടെയൊക്കെ നമ്മുടെ ഓരോരോ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാടുള്ള റോഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. മഴക്കാറ് വന്നത് കൊണ്ടാവണം നേരം ഇരുട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. സമയം ഇപ്പം ഏതാണ്ട് 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കാഞ്ഞങ്ങാട് നിന്ന് വരുന്ന വണ്ടികളൊക്കെ ഇത് അത്യാവശ്യം ഇഷ്ടം പോലെ വണ്ടികളാണ്. തിരക്ക് കൊണ്ട് ഇവിടെ ഒരു കളി തന്നെയാണ്. അപ്പൊ നമുക്ക് ലോഡ് തട്ടേണ്ടത് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ. അപ്പൊ അവിടെ എന്താ സ്ഥിതി എന്നറിയില്ല. എന്തായാലും കാസർഗോഡ് നിന്ന് തലപ്പാടിയൊക്കെ പോകുന്ന വഴി വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ നമ്മുടെ പരിപാടി ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ലോഡും തട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാസർഗോഡ് പുതിയ സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. മൊത്തം ബ്ലോക്കും കാര്യങ്ങളും ബഹളവും ആളും എന്തെല്ലാം ഉണ്ടല്ലേ അതിന് ചേട്ടാ. അപ്പൊ നമ്മുടെ കാസർഗോഡ് പുതിയ സ്റ്റാൻഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട്. നമ്മുടെ കാഞ്ഞങ്ങാട് ഭാഗത്തോട്ടാണ് അധിക വണ്ടികളും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈ ഓവറിന്റെ മുകളിൽ കൂടി വണ്ടി കുറവാണ്. എല്ലാ വണ്ടിയും താഴെ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ടുള്ള ബ്ലോക്ക് നല്ല രീതിയിൽ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അനീഷാണ്ട് ഇതാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം രാവിലെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല രീതിയിലുള്ള മഴക്കാറൊക്കെ വന്നു തുടങ്ങി. ഇനിയിപ്പോ രാത്രി മഴ പെയ്യുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഞങ്ങളുടെ പണിയും കഴിഞ്ഞില്ല, ഇന്ന് ഓവർ ടൈം വർക്ക് ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കള്, നമ്മള് നുള്ളിപ്പാടി നിന്നാണ് കേട്ടോ ലോഡ് എടുക്കേണ്ടത്. എങ്ങനെയായാലും നമ്മൾ ലോഡ് തട്ടി നേരെ വിദ്യാനഗർ പോയി കറങ്ങി വരണം, അല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ നേരെ വിദ്യാനഗർ വഴി കറങ്ങി വരാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ ഏതാണ്ട് അനങ്കൂർ എത്തിയിട്ടുണ്ട്.
റോഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നേരം ഇരുട്ടി വരുന്നു, അതേപോലെ തന്നെ മഴക്കാറും കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രേഡർ ഇവിടുന്ന് ലെവലാക്കി വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ റോളറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളിത് ഇവിടെ ലോഡൊക്കെ തട്ടി, ഇതൊക്കെ ഇനി ലെവൽ ചെയ്യണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളിനി അടുത്ത് നേരെ റൂമിലേക്ക് വെച്ച് പിടിക്കുകയാണ്. നമ്മുടെ കാസർഗോഡ് നഗരം ഇതേ നല്ല തിരക്കായി വരുന്നുണ്ട്.